ഹായ് ഓൾ, AR പാഠശാലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 5ാം ക്ലാസ്സിലെ ഹിന്ദി ഫസ്റ്റ് ചാപ്റ്ററാണ് നോക്കാൻ പോകുന്നത്. അപ്പം ഇക്കായി ഏക്ക്, ദുലാരെ പൽ എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ട നിമിഷം, പൽ എന്ന് പറഞ്ഞാൽ നിമിഷം. അപ്പം ദുലാരെ പൽ, പ്രിയപ്പെട്ട നിമിഷം. ഈ ഒരു യൂണിറ്റിൽ നമുക്ക് ആദ്യമായിട്ട് പഠിക്കാനുള്ളത് ഒരു കവിതയാണ്. പ്രയാഗ് ശുക്ല എഴുതിയ ധൂപ് ആഗയി എന്ന കവിതയാണ് നമുക്ക് കൊടുത്തിട്ടുള്ളത്. ധൂപ് ആഗയി, ധൂപ് എന്ന് പറഞ്ഞാൽ വെയില് വന്നിരിക്കുന്നു. വെയിൽ എപ്പോഴാണ് വരുന്നത്? രാവിലെ പ്രഭാത സമയത്താണ് വെയിൽ വരുന്നത്. അപ്പം പ്രഭാത സമയത്ത് വെയിൽ വരുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണോ അതാണ് ഈ കവിതയിൽ കൊടുത്തിരിക്കുന്നത്. ധൂപ് ആഗയി സുബഹ് സുബഹ് കി, കലിയാം പ്യാരി പ്യാരി മഹക്കി, കലിയാം क्यारी क्यारी महकी, कलियाम इतनी सारी महकी, हवा बह रही ठंडी ठंडी, धूम रही वह बहकी बहकी, उट्टी उट्टी आई चिड़िया, फुदक फुदक कर वे भी चहकी. അപ്പം നമ്മൾ പറഞ്ഞു, നമുക്ക് ഈ കവിതയുടെ ഹെഡ്ലൈൻ എന്താണ്, അല്ലെങ്കിൽ കവിതയുടെ പേരെന്താണ്? ധൂപ് ആഗയി, വെയില് വന്നിരിക്കുന്നു. അപ്പം അതാണ് ഫസ്റ്റ് പറയുന്നത്. ധൂപ് ആഗയി സുബഹ് സുബഹ് കി. അപ്പം എന്താ? രാവിലത്തെ വെയില് വന്നിരിക്കുന്നു. സുബഹ് എന്ന് പറഞ്ഞാൽ രാവിലെ, പ്രഭാതം. ധൂപ് ആഗയി സുബഹ് സുബഹ് കി, രാവിലത്തെ വെയില് വന്നിരിക്കുന്നു. കലിയാം പ്യാരി പ്യാരി മഹക്കി, കലിയാം എന്ന് പറഞ്ഞാൽ പൂമൊട്ടുകൾ. കലിയാം പ്യാരി പ്യാരി മഹക്കി, എന്താണ്? ആ പൂമൊട്ടുകൾ എന്താ? അതിൻ്റെ വളരെയധികം മനോഹരമായിട്ടുള്ള അതിൻ്റെ സുഗന്ധം എന്താണ്? രാവിലെ ആയപ്പോഴത്തേക്ക് പരത്തുകയാണ്. കലിയാം ക്യാരി ക്യാരി മഹക്കി, ക്യാരി ക്യാരി എന്ന് പറഞ്ഞാൽ എന്താണ്? പൂവിൻ്റെ ആ ഒരു തടം. കലിയാം ക്യാരി ക്യാരി മഹക്കി, ആ ഒരു പൂത്തടത്തിൽ എല്ലാം എന്താ? ആ ഒരു ഭാഗത്ത് പൂവിൻ്റെ തടത്തിലും എല്ലാം എന്താ? സുഗന്ധം ഇങ്ങനെ നിറയ്ക്കുകയാണ്. കലിയാം ഇത്തനി സാരി മഹക്കി, നമുക്ക് അത് പറയാൻ പോലും പറ്റത്തില്ല. അത്ര എന്താ? പൂക്കള് അല്ലെങ്കിൽ പൂമൊട്ട് എന്താ? സുഗന്ധം പരത്തുകയാണ്. എപ്പോൾ? പ്രഭാതത്തില്. ഹവ ബഹ് രഹി ठंडी ठंडी, ഹവ എന്ന് പറഞ്ഞാൽ കാറ്റ്. ബഹ് രഹി എന്ന് പറഞ്ഞാൽ എന്താ? വീശുകയാണ്. ठंडी ठंडी, തണുത്ത കാറ്റ് എന്താ? പ്രഭാതത്തിൽ ഇങ്ങനെ വീശുകയാണ്. ധൂം രഹി വഹ് ബഹ്ക്കി ബഹ്ക്കി, എന്താണ്? കാറ്റിങ്ങനെ ഇങ്ങനെ ചുറ്റി അടിച്ചെന്താ? തത്തിക്കളിച്ചൊക്കെ ഇങ്ങനെ വരികയാണ്. ആ ഒരു ഒഴുക്കിനെയാണ്, കാറ്റിന്റെ ഒഴുക്കിനെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഉട്ടി ഉട്ടി ആയി ചിടിയ, ഉട്ടി ഉട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? പറന്ന് പറന്ന് പക്ഷികളെല്ലാം, ചിടിയാം പക്ഷികളെല്ലാം എന്താ? പറന്ന് പറന്ന് വരികയാണ്. ഫുദക് ഫുദക്കർ വേപി ചഹക്കി, ഫുദക് ഫുദക്കർ എന്ന് പറഞ്ഞാൽ എന്താണ്? ചാടിച്ചാടിക്കൊണ്ട് അവരും എന്താ? രാവിലെ ഇങ്ങനെ ചിലച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ഷോർട്ടായിട്ടുള്ള ഒരു കവിതയാണ്. നമുക്ക് ഒന്നുകൂടി നോക്കാം. ധൂപ് ആഗയി, ധൂപ് എന്ന് പറഞ്ഞാൽ വെയില് വന്നിരിക്കുന്നു. പ്രയാഗ് ശുക്ല എഴുതിയ കവിതയാണ്. ധൂപ് ആഗയി സുബഹ് സുബഹ് കി, ഇപ്പം എന്താ? പകല് അല്ല, പ്രഭാതത്തിൽ എന്താണ്? പ്രഭാത സൂര്യൻ അല്ലെങ്കിൽ ആ വെയില് അടിച്ചിരിക്കുകയാണ്, വെയില് പരന്നിരിക്കുകയാണ്. കലിയാം പ്യാരി പ്യാരി മഹക്കി, കലിയാം എന്ന് പറഞ്ഞാൽ പൂമൊട്ടുകൾ. പൂമൊട്ടുകൾ എന്താ? വളരെയധികം മനോഹരമായിട്ടുള്ള സുഗന്ധങ്ങൾ പരത്തിക്കൊണ്ടിരിക്കുകയാണ്. കലിയാം ക്യാരി ക്യാരി മഹക്കി, ക്യാരി ക്യാരി എന്ന് പറഞ്ഞാൽ പൂവിൻ്റെ ആ ഒരു തടം. എന്താ? ആ ഒരു പൂത്തടം മുഴുവൻ എന്താ? ഈ സുഗന്ധം കൊണ്ട് നിറയ്ക്കുകയാണ്. കലിയാം ഇത്തനി സാരി മഹക്കി, നമുക്ക് പറയാൻ പോലും പറ്റത്തില്ല, അത്രയ്ക്കേറെ എന്താ? പൂക്കള് സുഗന്ധം ഇങ്ങനെ പരത്തുകയാണ്. ഹവ ബഹ് രഹി ठंडी ठंडी, അപ്പം ठंडी ठंडी ഞാൻ പറഞ്ഞു തണുത്തതാണ്. അപ്പം ठंडी ठंडी ഹവ, തണുത്ത കാറ്റുകൾ എന്താണ്? ഇങ്ങനെ രാവിലെ വീശിക്കൊണ്ടിരിക്കുകയാണ്. ധൂം രഹി വഹ് ബഹ്ക്കി ബഹ്ക്കി, അതെന്താ? ആ കാറ്റെന്താ? ചുറ്റി അടിച്ചിങ്ങനെ തത്തിക്കളിച്ചിങ്ങനെ പോവുകയാണ്, വീശുകയാണ്. ഉട്ടി ഉട്ടി ആയി ചിടിയാം പക്ഷികൾ. അപ്പം എന്താ? രാവിലെ ആകുമ്പോഴത്തേക്ക് പക്ഷികളൊക്കെ വരത്തില്ലയോ? അതുപോലെ എന്താ? ഈ പക്ഷികളെല്ലാം ഉട്ടി ഉട്ടി ആയി ചിടിയാം, പക്ഷികളെല്ലാം പറന്ന് വരികയാണ്. ഫുദക് ഫുദക്കർ വേപി ചഹക്കി, ഫുദക് ഫുദക്കർ എന്ന് പറഞ്ഞാൽ എന്താണ്? പക്ഷികൾ ഇങ്ങനെ ചാടി ചാടി എന്താണ്? ഇങ്ങനെ ചിലച്ചുകൊണ്ട് ഇരിക്കുകയാണ്. ഈ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് നമ്മൾ വേറൊരു വീഡിയോ ആയിട്ട് ഇടുന്നതാണ്. അപ്പം
ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായാൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നോട്ട്സ് നമ്മൾ അതിവേഗം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. താങ്ക്